സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ് എപ്പിസോഡ് 5. സോ എന്നാടാ നോക്കിയിരിക്കുന്നത്? Not even close, baby. Technoblade never dies. Technoblade never dies. കഴിഞ്ഞ അടുത്ത എപ്പിസോഡ് നമ്മളവിടെ ഒരു ബ്രീഡർ സെറ്റ് ആക്കിയാണ്ട് ഇവൻ്റെ ഒരു ട്രേഡൻറ്റ് ഉണ്ട്, നമുക്ക് നോക്കാൻ കിട്ടുമോ ഇല്ലയോന്ന്. സോ ദൈവമേ തരണേ. തന്നില്ല. അടിപൊളി. ഓക്കെ. സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു. ഞാൻ ഷെയ്ഡർ ഒന്ന് ഓഫാക്കാൻ വേണ്ടി ഞാൻ ഇത് റെക്കോർഡ് ഓഫാക്കിയായിരുന്നു. പിന്നെ ഇത്ര ആയി കഴിഞ്ഞിട്ട് റെക്കോർഡ് ഓഫാണെന്നുള്ള കാര്യം ഞാൻ ഓർത്തത് ഇപ്പോഴാണ് ഞാൻ ഓണാക്കി. അയ്യോ, മെയിൻ സംഭവം എല്ലാം എടുത്തതെല്ലാം പോയി. സോ എന്തായാലും ഞാൻ ചുരുക്കി പറയുക, ഞാൻ ഒന്ന് ഡയമണ്ട് ആർമർ ഫുള്ള് സെറ്റാക്കി. ഞാൻ ഇത്രയും നാളും വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ തന്നെ ഗ്രൈൻഡിങ് ആയിരുന്നു. കുറേ മൈൻഡ് ചെയ്തു. ഫോർച്യൂൺ 3 ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഡയമണ്ട് 3.5 സ്റ്റാക്ക് ഒപ്പിക്കാൻ പറ്റി. അതിൽ ഒരു സ്റ്റാക്ക് ആർമർ ടൂൾസ്, ഒരു സ്റ്റാക്ക് നെതറൈറ്റിന് വേണ്ടി ട്രിമ്മ്, പിന്നെ ഒരു സ്റ്റാക്ക് ട്രിമ്മിനും വേണ്ടി. സോ കഴിഞ്ഞാണ് നമ്മൾ അവിടെ ഒരു സംഭവം ഉണ്ടാക്കിയായിരുന്നു ബ്രേഡർ. സോ അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. നമ്മൾ ഇന്ന് അതിന് മുമ്പ് നെതറയിൽ നിന്ന് കയറി നോക്കട്ടെ. ആ വില്ലേജസ് എത്ര ഉണ്ടായെന്ന് ഞാൻ നോക്കട്ടെ. അത് എത്ര ഉണ്ടായെന്ന് ഞാൻ മറന്നുപോയി. ഇവിടെ ആരോ ഉണ്ടല്ലോ സൗണ്ട്. അതാണ്ട് ഇവിടെ 2 പശുവൊക്കെ ഉണ്ട്. സോ അതാണ്ട് ഇത്രയും വില്ലേജസ് ആയിട്ടുള്ളൂ. നമുക്കൊരു 20 എണ്ണം വേണം. സോ ഇത്രയും വില്ലേജസ് ഇനി വളരെ കൂടെ ചെയ്യണം. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആ സംഭവം ഒരു അയൺ ഫാം സെറ്റാക്കാൻ വേണ്ടിയായിരുന്നു ഇരുന്നത്. ബട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം ഒന്നാമത്തെ കാര്യം വില്ലേജസ് ഇല്ല. രണ്ടാമത്തെ കാരണം വെച്ചാൽ ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്ത് എനിക്ക് നെതറൈറ്റാണ്. അതുകൊണ്ട് ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു ഷീപ്പ് ഫാം സെറ്റാക്കും. സോ ഷീപ്പ് ഫാം സെറ്റാക്കുന്നത് ഞാൻ മറ്റേ അയൺ ഫാമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതായിരിക്കും നല്ലത്. സോ അതാരാ എടാ? ഇതാണല്ലോ മറ്റേ അപ്ഡേറ്റ് വന്ന മറ്റേ സംഭവം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഹോഴ്സ് മറ്റേ യൂസ്ലെസ് മോബായിട്ട് നമ്മൾ ഇത്ര നാളും കണ്ടുകൊണ്ടിരുന്നത്. മൈൻക്രാഫ്റ്റ് ലാസ്റ്റ് അതിനൊരു യൂസ് ഉണ്ടാക്കി. പക്ഷെ കൊള്ളാട്ടാ, തോമ്പി കുന്തം പിടിച്ചുകൊണ്ട് കിടക്കുന്നത് കേട്ടോ. ചാടാ. അറ്റാക്കും തരുന്നുണ്ട്. ചാടാ. സോ ഇതിനെ എങ്ങനെയാണ് ടീം ചെയ്യുന്നത്? ഓക്കെ, ഞാൻ എല്ലാ റിസോഴ്സും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിനെ എടുത്തുകൊണ്ട് നമ്മുടെ അയൺ ഫാമിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്ന് ബിൽഡ് ചെയ്യാൻ തുടങ്ങണം. സോ എന്തായാലും ഇതൊക്കെ എടുത്ത് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എങ്ങാണ്ട് ഇതാണല്ലോ പുത്തൻ മോബ്. ഇതിൻ്റെ പേരെന്നാ ഞാൻ മറന്നുപോയി. ഇതെങ്ങനെയാണ് എന്തോ കൊന്നം കണ്ട് നോട്ടീസ് ഇല്ലെങ്കിൽ കണ്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ട്രേഡിൻ്റെ വെച്ച് ദൈവം കിട്ടുമോ നോക്കാം. ഇപ്പം ബെറ്ററൊക്കെ ഇഷ്ടംപോലെ ട്രേഡിൻ്റെ വെച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഡ്രോൺസൊക്കെ. സോ ഞാൻ മരയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ അത് ഉണ്ടാക്കുന്നതിൻ്റെ ടൈം ലാപ്സ് കണ്ടിട്ട് പോകാം.
ഓക്കെ, അങ്ങനെ ഇത് ഫുള്ള് പണിഞ്ഞ് തീർത്തിട്ടുണ്ട്. സോ ഇനി നമുക്കൊരു 10 ഷീപ്പിനെ കൊണ്ടുവരണം. പക്ഷേ പ്രശ്നമെന്ന് വെച്ചാൽ ഇത്രയും നേരം ഷീപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനിപ്പം പിടിക്കി എറിഞ്ഞപ്പോഴേക്കും ഒരു ഷീപ്പിനെ പോലും കാണുന്നില്ല. ഇനി 10 ഷീപ്പിനെ പിടിക്കുന്ന ചെറിയ പണിയൊന്നുമല്ല, ചടഞ്ഞു പിടിച്ച പണിയാണ്. സോ എന്തായാലും ഞാൻ ഒരു ഷീപ്പിനെ കിട്ടട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. അത് വില്ലേജിൻ്റെ അടുത്ത് നിന്ന് എത്ര ദൂരം നടന്നറിയാമോ? ഓക്കെ, 2 ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ചെന്നൊന്ന് കിടക്കട്ടെ, എന്നിട്ട് അവരെ കൊണ്ടുപോകാം. ഓക്കെ, വാ 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 ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അമ്മ എടാ എടാ വൃത്തികെട്ട ക്രീപ്പറിനെ കൊണ്ട് കളഞ്ഞടാ. ആ 2 ഷീപ്പിനെ എവിടെ നിന്ന് കൊണ്ടുവന്നാന്നറിയാവോ? കോപ്പ്. ഓ എടാ, ബിൽഡ് നശിപ്പിച്ചോ അവൻ? ആ, ബിൽഡിൻ്റെ പാതി നശിപ്പിച്ചു. ഓക്കെ, ഞാൻ വീണ്ടും ഒരു ഷീപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിനെ കയറ്റാം. ഞാൻ ബിൽഡ് ബാക്കി സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇത് കയറി 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 തള്ളി. അങ്ങനെ. സോ അങ്ങനെ 8 ഷീപ്പായിട്ടുണ്ട്. സോ ഇനി നമുക്ക് ബാക്കി 9 ഷീപ്പാണ്. സോ എന്തായാലും ഞാൻ ഇതിനെല്ലാം പിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെയും കൂടെ പിടിച്ച് നമ്മുടെ ലാസ്റ്റ് ഷീപ്പാവും. സോ വാ. ഓക്കെ, അതിനെയും കൂടെ മൂടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി സൈഡത്തെ ബ്ലോക്ക് കൂടെ എടുത്ത് കളയട്ടെ, അതും കൂടെ കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫാം ടോട്ടലി ബിൽഡായിട്ടുണ്ട്. എല്ലാം വർക്കിംഗ് ഇൻ പ്രോഗ്രസ് അല്ല, എല്ലാം വർക്കാകുന്നുണ്ട്. അങ്ങനെ ഇപ്പം തന്നെ 1.4 സ്റ്റാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ സെറ്റ് ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി AFK ഒക്കെ നിൽക്കണം. സോ ഇവിടെ ഒരുത്തൻ ട്രേഡൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് നേരത്തെ ഒരു ട്രേഡൻറ്റ് കിട്ടി, ഇവനെ കൊന്നപ്പം കിട്ടിയില്ല. ഒരു ട്രേഡൻറ്റ് കിട്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. സോ അങ്ങനെ രാത്രി ആകാറായിട്ടുള്ള കിടന്നുറങ്ങാം. ഇതേണ്ട ഒരുത്തിനും കൂടെ ഇവിടെ ട്രേഡൻറ്റ് പിടിച്ച് നടക്കുന്നു. ഇതാണ്ട് ഇവൻ്റെ എൻചാൻ്റൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. എടാ കിട്ടി. ഓ ലെറ്റ്സ് ഗോ. താര ഒരുത്തനുണ്ട്, അതിന് മുമ്പ് ഒന്ന് കിടക്കട്ടെ, അല്ലേ പ്രശ്നമാകും. അത് ഏതാണെന്ന് നോക്കട്ടെ. കിട്ടി. ലെറ്റ്സ് ഗോ. രാവിലെ വന്നിട്ട് പറ്റുവാണോക്കല്ല, ആണ്ടേ. ഇങ്ങോട്ട് പോവാൻ മോനെ, ഇങ്ങോട്ട് വാ. ട്രേഡൻറ്റ് കിട്ടിയില്ല, കുഴപ്പമില്ല. ആണ്ട് അടുത്ത ട്രേഡ്. ഇതെന്തുവാടാ ഇത്രയും ട്രേഡൻറ്റ് പിടിച്ചുകൊണ്ട് നടക്കുന്നല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഓ ലോയാലിറ്റി ഉണ്ട്, അൺബ്രേക്കിംഗ് 2 ഉണ്ട്. ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ഇത് എറിഞ്ഞ് നോക്കാം. ലോയാലിറ്റി 1 ആയതുകൊണ്ട് പയ്യെ കിട്ടത്തുള്ളൂ. കുഴപ്പമില്ല. സോ അങ്ങനെ എല്ലാം സെറ്റ്. ഇത് നമ്മുടെ വിജയം. സോ അങ്ങനെ അത് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഒരു പരിപാടി അങ്ങനെ ചെയ്യാനാണ്. നമ്മുടെ എൻചാൻമെൻറ്റ് ടേബിളും സെറ്റാക്കണം. സോ കുറച്ച് കുതിരേനെയൊക്കെ കൊല്ലണം ലെതർ കിട്ടാൻ. സോ ഇനി അത് കുറച്ചൊന്നും എടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ആവശ്യത്തിനുള്ളതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് ബുക്ക് നമ്മുടെ വീട്ടിലും കൂടെ ഉണ്ട്, അതുകൊണ്ട് വിഷയമില്ലായിരിക്കും. സോ എത്രയാ? ഓക്കെ, 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. സോ ഇനി എന്നുള്ള വുഡില്ല, അതുകൊണ്ട് വുഡ് മൈൻ ചെയ്യാൻ പോകണം. ഓക്കെ, ഇതിവിടെ നട്ട് നോക്കിയിട്ട് വളർത്തി നോക്കാൻ വല്ല വളരുമെന്ന്. വളരണ. ഓക്കെ, വളർന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. വീടിൻ്റെ അടുത്താണ്, എന്നാലും കുഴപ്പമില്ല. സോ ഇനി കുറച്ച് വെട്ടിയെടുത്തിട്ട് ചെന്ന് പണിയാം. ഓക്കെ, അങ്ങനെ 13 എണ്ണം പണിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതെല്ലാം കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ മതിയാകുമായിരിക്കും, എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഞാൻ എൻചാൻമെൻറ്റ് ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി അതും കൂടെ ചെന്ന് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് നോക്കാൻ കിട്ടുമോ എന്ന്. ഓ അടിപൊളി. വീട് പണിഞ്ഞപ്പം തൊട്ട് വിചാരിച്ചതാണ്, അതുകൊണ്ട് ഇപ്പോഴാണ് നടത്തിയത്. ലെറ്റ്സ് ഗോ. സോ ഇതിവിടെ എല്ലാം വെക്കണം, ഈ സൈഡിലുമല്ലോ. വേണ്ടല്ലേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പിക്കാക്സ് ഒന്ന് നോക്കാം കേട്ടോ. സോ ഒരു മിനിറ്റ്, 24 അത്? അല്ലല്ലോ. ഞാൻ ഇതും കൂടെ ഒന്ന് വെച്ചോട്ടെ. ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി, 30 കണ്ടച്ചിരിക്കും കിട്ടണ്ടേ. അതെ ഇപ്പം കിട്ടുന്നുണ്ട്. ഇപ്പം സെറ്റ്. ഇപ്പോഴാണ് എല്ലാം സെറ്റായത്. ഓക്കെ, ലസൂലി എടുത്തിട്ടുണ്ട്. ആകെ 4 എണ്ണേ ഉള്ളൂ ഇത്ര നാളായിട്ട് മൈൻ ചെയ്തിട്ട്. ഓക്കെ, അൺബ്രേക്കിംഗ് 3 പിന്നെ എന്തൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അൺബ്രേക്കിംഗ് 3 കിട്ടിയിട്ടുണ്ട്. സിൽ ടച്ചും കിട്ടിയിട്ടുണ്ട്. എഫിഷ്യൻസി 3 കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. എഫിഷ്യൻസി 4 ശരിക്കും കിട്ടേണ്ടതാണ്, ബട്ട് കുഴപ്പമില്ല. മതി. കാരണം ഇനി നമ്മുടെ കയ്യിൽ പീസ് ലസൂലി ഇല്ല. തന്നെ കിട്ടാത്ത. ഓ ശരിയാണല്ലോ, 3 എണ്ണം വേണമല്ലോ അല്ലേ ലാപ്പീസ് ലസൂലിക്ക്. നമുക്ക് എൻചാൻറ്റ് ചെയ്യണ്ടേ, വെറുതെ അല്ല. ഓ ഞാൻ മറന്നുപോയി. ഇനി വേറെ ഇത് ഇല്ല, അതാണ് ഏറ്റവും വലിയ വിഷയം.
വേറെ ഇല്ല, അത് കുഴപ്പമില്ല. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇനി നമുക്ക് അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു, ഗുഡ് ബൈ ആൻഡ് താങ്ക് യു ഓൾ.